അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ടേസ്റ്റി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ലൊരു ഇഫ്താർ സ്നാക്ക് കൂടിയാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെജ് സ്പ്രിംഗ് റോളാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു മീഡിയം സവാള കട്ട് ചെയ്തത്, 2 മീഡിയം സൈസ് ക്യാരറ്റ് ഇതേപോലെ നീളത്തിന് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് ക്യാപ്സിക്കമാണ് ഞാനിപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയ തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ അതെല്ലാം ഇവിടെ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ കൂട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് മൈദപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മൈദപ്പൊടിക്ക് ഇതെല്ലാത്തിനും കൂടി 1.25 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാനുള്ളത്. ഇതുപോലെയാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ നല്ല നൈസിന് ഇതുപോലെ ഒന്ന് ഒഴിച്ച് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിവിടെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇത് നമുക്ക് ചുട്ടെടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ആ മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതെടുത്ത് വെച്ചതിന് ശേഷം ഈ കൂട്ട് അതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ എഡ്ജിലായിട്ട് നമുക്ക് കുറച്ച് മൈദയുടെ ബാറ്റർ തന്നെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ദോശയായിട്ടിരിക്കുന്നതുകൊണ്ട് അത് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്താലും മതി. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം.